കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. ഇൻഡിജീനിയസിന്റെ ബാനറിൽ CK അനസ്മോൻ നിർമ്മിച്ച് റഷീദ് പാറയ്ക്കൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മനോരാജ്യം എന്ന ചിത്രം ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച കേരളമൊട്ടാകെ റിലീസ് ചെയ്യുന്നു. വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നൂൺ ഷോയായും ഫസ്റ്റ് ഷോയുമായാണ് മനോരാജ്യം പ്രദർശിപ്പിക്കുന്നത്. സമീർ എന്ന ചിത്രത്തിന് ശേഷം വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മനോരാജ്യം. മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൽ ജനപ്രിയ ചിത്രത്തിനുള്ള അംഗീകാരം മനോരാജ്യത്തിന് ലഭിച്ചിരുന്നു. ഗോവിന്ദ് പത്മസൂര്യ, നവാസ് വള്ളിക്കുന്ന്, ഗോകുലൻ, രഞ്ജിത മേനോൻ തുടങ്ങിയവരെ കൂടാതെ ഓസ്ട്രേലിയയിലെ ഒരു മന്ത്രിയും ഓസ്ട്രേലിയൻ മലയാളികളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരാജ്യത്തിലെ 3 പ്രധാന ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് റഷീദ് പാറയ്ക്കലാണ്. ഓസ്ട്രേലിയൻ പശ്ചാത്തലത്തിലെടുത്ത മനോരാജ്യം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ. നമസ്കാരം, റഷീദ് പാറയ്ക്കലാണ്. എൻ്റെ ഇതുവരെയുള്ള എല്ലാ വളർച്ചയ്ക്കും കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചാനലാണ് VCV. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ആ ഒരു വിഷയത്തെ കൊണ്ടുവരുന്നത് VCV ചാനലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പുതിയൊരു വിശേഷം പറയാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ് ഞാനിവിടെ. ഞാൻ രണ്ടാമതായി സിനിമ ചെയ്തത് മനോരാജ്യം എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച സിനിമയാണ്. അത് മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെടുകയും മികച്ച പ്രേക്ഷക പിന്തുണയുള്ള സിനിമയായിട്ട് അവിടെ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ വരുന്ന 30-ാം തീയതി, അതായത് ഈ വെള്ളിയാഴ്ച, നമ്മുടെ വടക്കാഞ്ചേരി താളം തിയേറ്ററിലടക്കമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ സിനിമ ഇറങ്ങുകയാണ്. താളം തിയേറ്ററിൽ നൂൺ ഷോയും പിന്നെ ഫസ്റ്റ് ഷോയും, അങ്ങനെ 2 ഷോയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല രസകരമായി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് എന്ന് ഓസ്ട്രേലിയയിലെ പ്രദർശനത്തിൽ പ്രേക്ഷകർ പറഞ്ഞ ധൈര്യത്തിലാണ് ഞാനിരിക്കുന്നത്. ഗോവിന്ദ് പത്മസൂര്യ, നവാസ് വള്ളിക്കുന്ന്, ഗോകുലൻ തുടങ്ങി നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടെ ഓസ്ട്രേലിയയിലുള്ളവരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. എൻ്റെ വളർച്ചയോടൊപ്പം നിൽക്കുന്ന നല്ലവരായ വടക്കാഞ്ചേരി സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമ കാണണം. അത് പിന്നീട് കാണാമെന്ന് കരുതരുത്. ആദ്യത്തെ ഷോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഷോയ്ക്കൊക്കെ കാണണം. കാരണം ഇത്തരം സിനിമകൾ 1-2 ദിവസങ്ങൾ ഫുള്ള് ആൾക്കാരുണ്ടെങ്കിലേ പിന്നീട് കളിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണ 15 പേരൊക്കെ വെച്ച് തിയേറ്ററിൽ കയറ്റിയിട്ടാണ് വലിയ വലിയ സിനിമകളടക്കം നിലനിൽക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ വരണം. നിങ്ങളെ ബോറടിപ്പിക്കില്ല. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട് ഈ സിനിമ. PCV ന്യൂസ്, വടക്കാഞ്ചേരി.